ഹായ് ഫ്രണ്ട്സ്, പ്രേമകൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ചെടിയിൽ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂക്കളെയും പഴങ്ങളെയും കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെയാണ്. കൂടാതെ ഡ്രാഗൺ പൂവിനും കാണാം. ഡ്രാഗൺ പൂവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പൂവ് വിടരുന്നത് രാത്രി 10 മണിയാണ്. ഈ സമയമൊക്കെ എൻ്റെ അങ്കിളാണ് പറഞ്ഞു തന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്കിളിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്കിൾ പറയണത് ആദ്യകാലങ്ങളിലൊക്കെ രാത്രി 10 മണിയാവാൻ ഇങ്ങനെ കാത്തിരിക്കും ഡ്രാഗൺ ചെടിയിൽ പൂവൊന്ന് വിടരുന്നത് കാണാനും. പിന്നെ ഈ പൂവിൽ പരാഗണമൊക്കെ നടന്ന് 12 മണിയാകുമ്പോഴേക്കും പൂവ് ചുങ്ങിപ്പോകുമെന്നാണ് പറയണത്. ആദ്യമൊക്കെയാണല്ലോ നമുക്കെല്ലാവർക്കും ഒരു ഇത്, എങ്ങനെയാണ് അതിൻ്റെ പൂവിന് ഭംഗിയുണ്ടോ, ഗുണമെന്നറിയില്ല. എന്നിരുന്നാലും പിന്നെ ഈ കവർ ഇട്ടിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണത് നമ്മുടെ ഇതൊന്നും കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ വില കൂടുതലാണ്. ആർക്കും ഈ ഡ്രാഗൺ ചെടി എങ്ങനെ നടണം വളർത്തണം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പഴം പൈസ കൂടുതലുണ്ടെങ്കിലും അത്ര അങ്ങടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ടേസ്റ്റ് ചവർപ്പ് കുറച്ചുണ്ട്. എന്നിരുന്നാലും ആരോഗ്യത്തിനൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇത് നട്ട് വളർത്തുന്നുണ്ട്. ഇതാണ് ഡ്രാഗൺ ചെടിയും ഡ്രാഗൺ ഫ്രൂട്ടും. ഡ്രാഗൺ ചെടിയിൽ ചുവപ്പ് കളറ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഡ്രാഗൺ ചെടിയുടെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഡ്രാഗൺ ചെടിയെ എങ്ങനെ നടണം വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.